ഹായ് നമസ്കാരം. എൻ്റെ വീട് തുറവൂരാണ്. ഞാൻ ഇന്ന് വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമുക്കിന്ന് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് രണ്ട് മൂന്ന് കണമ്പും കുറച്ച് ചെമ്മീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് അമ്മച്ചീനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് കരിയില് പാടത്ത് പോയി കുക്ക് ചെയ്യാം. അമ്മ, അമ്മച്ചി, കുറച്ച് മീൻ കിട്ടിയപ്പോൾ അമ്മയുടെ വീട്ടിൽ കരിയില് അവിടെ പോയി നമുക്കിത് വെക്കാം. നല്ല കാര്യം, കറി വെക്കാം. പണിയുണ്ടായിരുന്നു. പണിയൊക്കെ വളരെ കുറവാണ് മനെ. മഴയൊക്കെ അല്ലേ മനെ. മഴക്കാലമായതുകൊണ്ട് പണി തീരെ വളരെ കുറവാണ്. പിന്നെ തൊഴിലുറപ്പിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ അമ്മ പോകുന്നില്ല. നമുക്കൊരു വാഴല വെട്ടിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കരിയിലേക്ക് പോയാൽ പിന്നെ ഇല കിട്ടത്തില്ല. അപ്പോൾ വെട്ടിയിട്ടുണ്ട്. കുറച്ച് മുറിച്ച് കൊണ്ടുപോയി, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പണിയാണ്. പണ്ടത്തെ പോലെയല്ല, ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഈ വീട്ടിലൊക്കെ കേറിയിട്ട് വേണം അങ്ങനെ അങ്ങോട്ട് നമുക്ക് അമ്മ വീട്ടിലേക്ക് പോകാനായിട്ടൊക്കെ. പണ്ട് ഇവിടെ നല്ല ഇതായിരുന്നു. ഞാനും അണ്ണനും കൂടി ഇവിടെയൊക്കെ വന്ന് ഞങ്ങള് കളിക്കുമായിരുന്നു. ഇങ്ങനെ കക്കൊക്കെ ഇട്ട് കൊന്തിക്കളിക്കുകയും അതിനൊക്കെ ഞങ്ങൾ കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടായിരുന്നു ഇത്. ഇപ്പൊ അതൊക്കെ വളരെ മാറിപ്പോയി. റോഡൊക്കെ വന്നപ്പോഴത്തേക്ക് സ്ഥലത്തിനൊക്കെ വീതി കുറഞ്ഞ് അങ്ങനെയൊക്കെ. ഇപ്പൊ വെള്ളമൊക്കെ കെട്ടി, റോഡൊക്കെ വന്നപ്പോ വെള്ളമൊക്കെ കെട്ടി സ്ഥലമൊക്കെ വളരെ മോശം. നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല. ഈ വീട്ടിലൊക്കെ ഞങ്ങൾ വന്ന് കളിക്കുമായിരുന്നു. അത്തെ കാലമൊക്കെ ഒരു രസമായിരുന്നു. അമ്മ ഇവിടേക്ക് ഇപ്പൊ ഒത്തിരി കാടായല്ലേ അമ്മ? കടക്കെ പിടിച്ച് ഇപ്പൊ ഇവിടെ മീനൊക്കെ പിടിക്കും ആൾക്കാര്. കൃഷി ഉണ്ടായി ഇപ്പൊ. പക്ഷെ പണ്ടൊക്കെ ഇവിടെയൊക്കെ വന്ന് ചൂണ്ടയൊക്കെ ഇടുമായിരുന്നു. മീൻ പിടിക്കാനൊക്കെ വരുമായിരുന്നു. മീനൊക്കെ കിട്ടുമായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പൊ പോയി കാടൊക്കെ പിടിച്ച് കണ്ടില്ലേ? നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം പോലെയൊക്കെയാണ് നമ്മുടെ സ്വന്തം സ്ഥലം കിടക്കണം. ഇന്ന് എന്ത് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ രാവിലെ അമ്മച്ചി അടുത്തേക്ക് പോന്നാലാന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ വന്ന് അപ്പൊ ഇതെല്ലാം ഇവിടെയൊക്കെ വന്ന് എടുക്കാല്ലോ നിർത്ത്. ഇത് നമ്മുടെ അപ്പന്റെ അനിയന്റെ വീടാണ്. ഇളയപ്പന്മാർ രണ്ടും കൂടിയാ താമസിക്കുന്നത്. ചുമ്മാ അമ്മ വീട്ടിലോട്ട് വന്ന. പണ്ട് ഞങ്ങള് അമ്മ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇവിടെ വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടൊക്കെ ഇവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു, മാമന്റെ അമ്മ ഉണ്ടായിരുന്നു. നല്ല സ്നേഹമായിരുന്നു. ചിറ്റന്മാരൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലമൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒത്തിരി മാറിപ്പോയി. ഇപ്പൊ മാമനും ഫാമിലിയും മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ ഒരു സുഖമായിട്ടൊക്കെ ജീവിച്ചു. സുഖം. ഇത് അമ്മയുടെ വീട്ടിലേക്ക് പോണം. ആ മാമന്റെ വീടിന്റെ ബാക്ക് സൈഡാണിത്. ഇതിലേ കൂടി വേണം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട്. അമ്മയുടെ വീട്ടിലേക്ക് പോണ ഒരു വലിയൊരു ചിറയാണ്. ആ ചിറ കയറാൻ പോണേ ഉള്ളു നമ്മള്. ചിറയിലേക്ക് പോകുമ്പോ കാണാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയൊക്കെ ഇപ്പൊ മോശമായി. പണ്ടത്തെ പോലെ അല്ലല്ലോ. ചെറിയൊന്നും വരമ്പൊന്നും ആരും വെട്ടിക്കയറ്റാത്ത കാരണം വളരെ ഇതായിട്ടൊക്കെ കിടക്കുകയാണ്. കാടൊക്കെ പിടിച്ച് സൂക്ഷിച്ചു പോണം, ഇല്ലെങ്കിൽ വീഴും. എനിക്കിപ്പോ പേടിയാണ്. വല്ല പാമ്പൊക്കെ ഉണ്ടാകുന്നോ ഓർത്തിട്ട് പേടിയുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ അമ്മ വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് സ്കൂളിലൊക്കെ പോണത് ഈ ചിറ കയറി വന്നിട്ട് അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോ അമ്മയുടെ ഒരു കസിൻ ആങ്ങൾ അവിടെ ഉണ്ട്. ആ മാമന്റെ മക്കൾ നോക്കിയിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചത്. ഇതാണ് ഞങ്ങളുടെ അമ്മ വീട്ടിലെ ആ സ്ഥലങ്ങളൊക്കെ. എന്നുവെച്ചാ അമ്മയുടെ വീടിന്റെ പരിസരമാണ് ഈ കാണണത്. കരിയുടെ നടുക്ക് അന്ന് 2 വീട് മാത്രമേ ഉള്ളൂ. 2 വീടേ ഉള്ളു. അപ്പം ഒരു വീട് നമ്മുടെ അമ്മ വീടിന്റെ തൊട്ട് ബാക്കില്. പണ്ട് ഞങ്ങള് സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഇരുന്നപ്പോ അമ്മയുടെ വീട്ടിലായിരുന്നു. അന്നേരം നമ്മള് പഠിക്കാൻ പോണതൊക്കെ ഈ ചിറ വഴിയായിരുന്നു. ഇപ്പൊ ഞാൻ വന്നതൊക്കെ കണ്ടില്ലേ, ഈ ചിറ വഴിയാണ് നമ്മൾ പഠിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര കഷ്ടപ്പാടും ഒക്കെ ആയിരുന്നു ആ സമയത്ത്. അന്നേരം പിന്നെ നമുക്ക് പഠിത്തമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളധികം പഠിച്ചില്ല കേട്ടാ. കുറച്ച് പാതി വഴി വെച്ച് നമുക്ക് നിർത്തേണ്ടിയൊക്കെ വന്ന്.
ഒരു മഴ വരുമ്പോ തന്നെ ഇവിടുത്തെ രീതിയൊക്കെ ഇങ്ങനെയാണ്. വെള്ളമൊക്കെ വന്ന് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കും. നീന്തി വേണം വരാനായിട്ട്. ഇവിടെ ഇച്ചിരി പൊക്കലുണ്ട്. എന്താ വെച്ചാ ഇവിടുത്തെ പെരയുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് മെറ്റിലൊക്കെ ഇറക്കിയിട്ട സ്ഥലമാണ് ഇത്. ഇവിടെ ഇച്ചിരി പൊക്കലാണ്. നമുക്ക് ഇവിടെ വെച്ച് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമുക്ക് കപ്പ പുഴുങ്ങി, 2-3 കണമ്പ് ഇട്ട്, ചെമ്മിക്കറി, ചെമ്മീൻ റോസ്റ്റ് അതൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കാണിച്ചു തരാം. ഈ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയും ഇവിടെ ഇരുന്ന് ആ ചൂട് കപ്പയും മീൻകറിയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് കഴിച്ച് ഇതൊക്കെ എന്റെ പൊന്നെ ഒന്നും രക്ഷയില്ല. നമുക്കിത് ചെമ്മീൻ പൊളിച്ചെടുക്കാം. പൊളിച്ച് വാലിനൊക്കെ ഇച്ചിരി പെടുത്തോണ്. പച്ച ചെമ്മീനാണല്ലോ, ചിലതിനൊക്കെ ജീവനുണ്ട്. പൊളിച്ചപ്പോ മുറിഞ്ഞു പോയി. മുറിഞ്ഞൊക്കെ പോണം ചിലതൊക്കെ. പക്ഷെ നല്ല പച്ചയാണ് ചെമ്മീൻ. അതുകൊണ്ട് ചെമ്മീൻ കിള്ളിക്കഴിഞ്ഞപ്പോ നമുക്ക് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കാം. ഇതിന് കത്ത് പിടിച്ചിട്ടുണ്ട്. ഭാഗ്യം. ഇത് നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം നമുക്കൊന്ന്, കാറ്റ് കാരണം കത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ വെള്ളം ഒഴിച്ച് ചെമ്മീനടപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊക്കെ കൂട്ടി ഈ ചെമ്മീനൊക്കെ അടപ്പിൽ വെച്ച് കത്തിച്ച് തീയൊക്കെ പിടിപ്പിച്ചപ്പോഴത്തേക്കും എന്റെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയി. എന്താന്ന് വെച്ചാ പഴയ കാലത്ത് ഞങ്ങളിങ്ങനെ മുറ്റത്ത് അടുപ്പൊക്കെ കൂട്ടി ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. വാഴല കൊണ്ട് നമുക്ക് മൂടാം. എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളൊന്നും ഇല്ല ഇവിടെ, കരിയുടെ നടുക്കായ കാരണം. നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അടിപൊളി. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മയുടെ വീടിന്റെ പുറകില് ഒരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ വീട്ടിലെ മാമനാണത്. ഇടക്ക് ആ വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒക്കെ വേണ്ടി വന്നാണ് മാമൻ താമസിക്കുന്ന തുറവിലാണ്. അപ്പൊ മാമൻ അങ്ങോട്ട് പോയി. നമുക്കിങ്ങനെ വള്ളത്തേലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ചെമ്മീൻ അടപ്പ വെച്ച് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് ഇടാനുള്ള 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ എടുത്ത് വെച്ച ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്, അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ച് അതിന്റെ കൂടെ തന്നെ 2-3 കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇട്ടാലോ. നമുക്ക് ചെമ്മീൻ നന്നായിട്ട് തിളക്കമുണ്ട്. അപ്പൊ നമുക്ക് ഓരോ കൂട്ടോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇടിയണേ. തക്കാളി ഇട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇത്രയും സാധനം നമ്മൾ 2 കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താണ്. പച്ചമുളക്, സവോള, ഇത്രയും സാധനങ്ങൾ ഇതൊന്ന് വേകട്ടെ.
അമ്മ വേഗണ കപ്പയാണ് അമ്മ ഇത്. അപ്പൊ പോലെ തോന്നുന്നു. ആ തുഞ്ചം മേടിച്ചിട്ട് വന്നാണ് മറ്റേ ഞങ്ങളുടെ അവിടുത്തെ കിഴക്കേ കടയിൽ നിന്ന്. പിന്നെ അമ്മ പൊളിച്ച് അപ്പൊ കലത്തിലേക്ക് ഇടും, നമുക്ക് കഴുകി അടപ്പിലേക്ക് വെക്കാം. കറി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ കാറ്റായ കാരണേ നമുക്ക് പൊടികളൊന്നും ഇങ്ങനെ നേരിട്ടിടാനേ പറ്റുള്ളൂ. പ്ലേറ്റിലേക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് ഇപ്പൊ ശകലം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ഇതിനകത്ത് വേറെ ഒന്നും അധികം ചേർപ്പൊടികളൊന്നും ചേർക്കണില്ല. ഈ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇതൊക്കെ ചേർത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ നാടൻ രീതിയിലുള്ള ഭക്ഷണം. അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ പറ്റി നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നല്ല ഇതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ചാറ്റമഴയുണ്ട്. കാരണം കരട് അകത്തിന് വെള്ളം വീഴണ്ടല്ലാന്ന് ഓർത്താണ് ഈ കൊടയൊക്കെ പിടിച്ചേക്കണത്. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പൊ കറി ഇറക്കിയിട്ട് നമുക്ക് കപ്പ അടപ്പേ കയറ്റാം. കപ്പ അടപ്പേ വെക്കാം. കപ്പതേ അടപ്പിലിട്ട് വെക്കും. ഒന്ന് തീ കൊടുക്കാം. നമുക്ക് ഇല വെച്ച് ഒന്ന് മൂടാം. തീ കൊടുക്കാം. കപ്പയൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കപ്പ തിളച്ചിട്ടുണ്ട്. കപ്പയ്ക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി മുന്നിൽ നിക്കണം കപ്പയ്ക്ക്, എങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. എന്റെ വീഡിയോ കാണുന്നവര്, എനിക്ക് ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എല്ലാം ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പിന്നെ ഓരോ വീഡിയോസ് ഇടുന്നതൊക്കെ. അതിൽ ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും ഒക്കെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല തിളച്ചാതകണ കപ്പയാണ്. അപ്പൊ നമുക്ക് ഒന്ന് കപ്പ വാർത്തേക്കാം. നമുക്ക് കപ്പ പ്ലേറ്റിലേക്ക് എടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത്. നമ്മുടെ റോസ്റ്റും കൂടി നമുക്ക് കപ്പ ചൂടാണ്. അല്ല, സൂപ്പറാ. ഒരു ചെമ്മീനും കൂടി കൂട്ടി പിടിക്കാം. ബാ
കപ്പവും തിന്നോക്കി, ഞാൻ തിന്നോക്കി, അമ്മ തിന്നോക്കി. ഒരു കപ്പ എടുത്ത് ചാറിൽ മുക്കി ഒന്ന് തിന്നേ. എങ്ങനെയുണ്ട്? നല്ലാണാ? നല്ല ടേസ്റ്റ് ഉണ്ട്. ചാറിനും കപ്പയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കിയതിന്റെ റെസിപ്പിയൊക്കെ കണ്ടല്ല, ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്തു നോക്കണം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടല്ല, നിങ്ങൾക്ക് നിങ്ങളെ ഓരോരുത്തരെയും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം. അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും.